നമസ്കാരം. ഗസയിൽ നിന്ന് എല്ലാ ഇസ്രയേലി ബന്ദികളെയും മോചിപ്പിക്കാമെന്ന ഹമാസിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വരുന്നു. ഹമാസുമായി US നേരിട്ട് ചർച്ച ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ അന്ത്യശാസന കൂടി ഉണ്ടാവുന്നത്. ബദൽ ഗസ പദ്ധതി സംബന്ധിച്ച് അറബ് രാജ്യങ്ങൾ അമേരിക്കയുമായി ചർച്ചയ്ക്കൊരുങ്ങുകയാണ്. ഇത് അവസാന മുന്നറിയിപ്പാണെന്ന് പറഞ്ഞാണ് എല്ലാ ബന്ദികളെയും വിട്ടയക്കാൻ ട്രംപ് ഹമാസിനോട് ഇപ്പോൾ ഭീഷണി മുഴക്കി രംഗത്ത് വരുന്നത്. മറുഭാഗത്ത് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്തിയെന്ന മാധ്യമ വാർത്തകൾ അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരുപക്ഷവും തമ്മിൽ ചർച്ചയും കൂടിയാലോചനയും തുടരുന്നതായി തന്നെ വൈറ്റ് ഹൌസ് പ്രസിഡന്റ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് പ്രതികരിച്ചു. ദോഹയിൽ ഹമാസുമായി നടന്ന ചർച്ചകൾ ഇസ്രായേലിന് അറിവുള്ളതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. 1997 മുതൽ ഭീകര പട്ടികയിൽ തന്നെ ഉൾപ്പെടുന്ന ഒരു ഹമാസുമായി ഇതാദ്യമായാണ് അമേരിക്ക നേരിട്ട് ചർച്ച നടത്തുന്നതെന്നും കൂട്ടിച്ചേർത്തു. ഹമാസ് പിടിയിലുള്ള US ബന്ദി ഇദാൻ അലക്സാണ്ടറിന്റെ മോചനത്തിനും കൊല്ലപ്പെട്ട 4 പേരുടെ മൃതദേഹം വിട്ടുകൊടുക്കുന്നതിനുമാണ് ചർച്ച. അമേരിക്കൻ നീക്കം തങ്ങളുടെ താൽപര്യങ്ങളെ ബാധിക്കില്ലെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം അവശേഷിച്ച മുഴുവൻ ബന്ദികളുടെയും മോചനം ഉറപ്പാക്കുന്നതിന് പകരം US പൗരനെ മാത്രം വിട്ടുകിട്ടാനുള്ള നീക്കം അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇസ്രായേലിലെ ബന്ദികളുടെ ബന്ധുക്കൾ തന്നെ പറഞ്ഞു. അതിനിടെ കെയ്റോയിൽ തന്നെ ചേർന്ന അറബ് നേതൃയോഗം അംഗീകരിച്ച ഗസ ബദൽ പദ്ധതി അമേരിക്കയ്ക്ക് മുൻപാകെ അവതരിപ്പിക്കാനുള്ള നീക്കം ശക്തമായി. ഫലസ്തീനുകളെ പുറന്തള്ളാതെ 5 വർഷം കൊണ്ട് $5300 കോടി ചെലവിൽ ഗസ പുനർനിർമ്മാണം ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് US പിന്തുണ നേടിയെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അറബ് ലീഗ്. അടുത്ത ദിവസം മേഖല സന്ദർശിക്കുന്ന US പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന് മുൻപാകെയും അറബ് നേതാക്കൾ പദ്ധതി വിശദീകരിക്കുന്നു. ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം ഗസയിലെ മാനസിക ദുരന്തം കൂടുതൽ സങ്കീർണമാക്കുമെന്ന് UNICEF ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകി. ഫലസ്തീൻ വിമോചന പോരാട്ട സംഘടനയായ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ഇന്ത്യയോട് ഇസ്രായേൽ വീണ്ടും ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. പാക് അധീന കശ്മീരിൽ കഴിഞ്ഞ മാസം നടന്ന കശ്മീർ ഐക്യദാർഢ്യ ദിനത്തിൽ നിരവധി ഹമാസ് നേതാക്കൾ എത്തിയെന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കെയാണ് ഇന്ത്യയോട് ഇസ്രായേൽ ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെട്ടത്. അതേസമയം ഇക്കാര്യത്തിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ കടന്നുകയറി നടത്തിയ ആക്രമണത്തിന് പിന്നാലെയും ഇക്കാര്യം ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യ അത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടില്ല. ഹമാസിന്റെ ആക്രമണത്തെ അപലപിച്ചിരുന്നുവെങ്കിലും ഭീകര സംഘടനയായി ഇന്ത്യ കണക്കാക്കിയിട്ടില്ല. ഹമാസിന്റെ ഭീകര പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ സർക്കാരിന് കൈമാറിയെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭ നിരോധിത ഭീകര സംഘടനകളായി തന്നെ പ്രഖ്യാപിച്ച ലഷ്കർ എ തോയ്ബ, ജെയ്ഷ് ഇ മുഹമ്മദ് എന്നീ സംഘടനകളിലെ അംഗങ്ങൾ ഹമാസ് നേതാക്കളോടൊപ്പം പാക് അധീന കശ്മീരിൽ ഒത്തുചേർന്നെന്നും ഇസ്രായേൽ പറയുന്നു. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തെയാണ് ഇന്ത്യ എക്കാലത്തെയും പിന്തുണച്ചിട്ടുള്ളത്. ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വരണമെന്ന പരിഹാര മാർഗം മുന്നോട്ട് വയ്ക്കുന്ന ഇന്ത്യ ഫലസ്തീൻ ഐക്യരാഷ്ട്രസഭ അംഗത്വത്തെയും പിന്തുണയ്ക്കുന്നുണ്ട്.